സോ നെക്സ്റ്റ് നമ്മൾ ഇതിൽ ടോപ്പിക്ക് വരുന്നത് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം, അതേപോലെ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം. സോ ഇതിൽ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്താ? ഈ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഡിനോട്ട് ചെയ്യുന്നത്, ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഡിനോട്ട് ചെയ്യാനാണ് ഇവിടെ സി എന്ന് പറയുന്നത്. ഇത് കൊസൈൻ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. സോ ഇസ് ഈക്വൽ ടു 2/√2π. നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ 1/√2π ആണ്. അപ്പോൾ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ 2/√2π എന്ന് വരും. 0 to infinity f of x ഇൻറ്റു ഇവിടെ കോസ് ആണ് വരുന്നത്, കോസ് ഒമേഗ എക്സ് ഡി എക്സ്. സോ വാട്ട് ഈസ് 2/√2π? ഇറ്റ് ഈസ് റൂട്ട് ഓഫ് 2/π, because 2/√2 is equal to √2. So we can write root of 2/π, 0 to infinity f of x cos omega x dx. സോ ഇവിടുത്തെ നമ്മൾ അതിൻ്റെ ഇൻവേഴ്സും ഡിഫൈൻ ചെയ്യുകയാണ്. ഇൻവേഴ്സ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം. അപ്പോൾ ഇവിടെ ഇൻവേഴ്സ് എന്ത് വരും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഈ എഫ് ഓഫ് എക്സിൻ്റെ പൊസിഷനിൽ നമ്മുടെ ഫൊറിയർ ട്രാൻസ്ഫോം വരും. സോ എഫ് സി ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ അല്ലെ, ഇൻവേഴ്സിൽ ഡി ഒമേഗയാണ്, ഫൊറിയറിൽ ഡി എക്സ് ആണ്. ഓക്കെ, ദിസ് ഈസ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആൻഡ് ഇൻവേഴ്സ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം. സോ നെക്സ്റ്റ് നമ്മൾ ഇവിടെ കോസിന് പകരം സൈന് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമും, അതുപോലെ ഇവിടെ സൈന് കൊടുത്താൽ ഇൻവേഴ്സ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമും കിട്ടും. സോ വിൽ ഗെറ്റ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം എഫ് എസ്, സൈൻ ഡിനോട്ട് ചെയ്യാണ് എസ് കൊടുക്കുന്നത് കേട്ടോ. എഫ് എസ് ക്യാപ്പ് ഓഫ് ഒമേഗ റൂട്ട് ഓഫ് 2/π. ആക്ച്വലി എന്താ വരുന്നത്? 2/√2π എവിടെയും വരുന്നത്. സോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് 2/π 0 to infinity f of x ഇൻറ്റു സൈൻ ഒമേഗ എക്സ്. ഇവിടെ സൈൻ ആയതുകൊണ്ടാണ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇൻവേഴ്സ് എന്ത് വരും? ഇൻവേഴ്സിൽ ഡി ഒമേഗ വരും. എഫ് ഓഫ് എക്സിന് പകരം ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമും വരും. കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം, അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും എന്തായി പറയുന്നത് എന്നുള്ളത്. ഫൈൻഡ് ദി ഫൊറിയർ കൊസൈൻ ആൻഡ് സൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു e raised to minus ax where a greater than 0. So by definition, it is Fourier cosine transform Fourier cosine transform of f of x is fc of f of x, that is Fourier cosine transform f of x is equal to fc cap of omega root of 2/π 0 to infinity f of x cos omega x dx. സോ ഇവിടെ എന്ത് ചെയ്യുക? ജസ്റ്റ് എഫ് ഓഫ് എക്സിന് പകരം e raised to minus ax സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ e raised to minus ax സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വേറെ മാറ്റമൊന്നും അതിലില്ല, കാരണം ജസ്റ്റ് ആ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ, സ്പ്ലിറ്റിംഗ് ഒന്നുമില്ല. സോ നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇതിന് ഇൻറ്റഗ്രൽ എന്താ വരിക എന്നുള്ളത്. e raised to minus ax cos omega x dx എന്ത് വരുന്നത്? e raised to minus ax a square plus omega minus a into cos omega plus omega into sin omega x. ഇവിടെ 0 to infinity ആണ്. 0 to infinity കോസ് ഫൊറിയർ കൊസൈനിലും ഫൊറിയർ സൈനിലും ഒക്കെ 0 to infinity ആണ്. ഫൊറിയറിൽ എന്താണ്? -2 പ്ലസ് ഇൻഫിനിറ്റി ആണ്. പക്ഷെ സൈനിലും കൊസൈനിലൊക്കെ 0 to infinity ആണ്. അത് ഫൊറിയർ ഇൻ്റഗ്രലിലും അങ്ങനെ തന്നെ ആയിരുന്നു. സോ ഇവിടെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ നമ്മൾ ഒരുപാട് കേസിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻഫിനിറ്റി e raised to minus ax, ഇവിടെ e raised to minus x ആണ്, ഇവിടെ കോസും സൈനും ആണ്. ആ കേസിൽ ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം കംപ്ലീറ്റ് 0 ആയിട്ട് പോകും. നമ്മൾ ഒരുപാട് തവണ ചെയ്തതാണ്. ഇൻഫിനിറ്റി കൊടുത്താൽ ഈ ടേം കംപ്ലീറ്റ്, എല്ലാ ടേമും കംപ്ലീറ്റ് 0 ആയി പോകും. ഇനി മൈനസ് അപ്പർ ലിമിറ്റിൽ മാത്രമേ ലോവർ ലിമിറ്റിൽ മാത്രമേ ഇതിന് വാല്യൂ ഉണ്ടായിരിക്കുള്ളൂ. സോ റൂട്ട് ഓഫ് 2/π ഈസ് ഹിയർ. സോ ഇൻഫിനിറ്റി കൊടുത്താൽ കംപ്ലീറ്റ് ടേം 0 ആയിട്ട് പോകും. മൈനസ് ഇനി ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ e raised to 0 1 ആയിട്ട് മാറും. ബൈ a square plus omega square minus a, this is cos omega x. See here x equal to 0. So cos 0 is equal to 1. So it's equal to 1 plus omega into, this is sin 0.
Sine 0 is equal to 0. So omega into 0. Here minus a into 1. So we will get root of 2 by pi. ഇവിടെ മൈനസ് എ ഇൻറ്റു 1. ഇവിടെ ഔട്ട്സൈഡിലൊരു മൈനസ് ഉണ്ട്. സോ മൈനസും എന്തായി മാറും? പ്ലസ് ആയിട്ട് മാറും. സോ പ്ലസ് എ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് വരും. ഇവിടെ തന്നിട്ടുണ്ട് കണ്ടീഷൻ എന്താണ്? ഇല്ല, ഇവിടെ നോക്കൂ, എ ഗ്രേറ്റർ ദാൻ 0. സോ അതൊന്നുകൂടി എഴുതി വെച്ചെന്നുള്ളൂ, എ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത്. സോ ദിസ് ഈസ് ദ Fourier cosine transform of f of x equal to e raised to minus ax. അവിടെ ആൻസർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇതിന് ഇൻവേഴ്സ് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മുടെ ആൻസർ അവിടെ കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഇൻവേഴ്സ് ജസ്റ്റ് ഒന്ന് പറയാണ്. അപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത് എഫ് സി ക്യാപ്പ് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ബൈ പൈ എ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വേർ എ ഗ്രേറ്റർ ദാൻ 0. സോ ഇതാണ് Fourier cosine transform. സോ ഇൻവേഴ്സ് എന്ത് വരും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ബൈ പൈ 0 to infinity. ഇതാണ് Fourier cosine transform. ഇതിന് പകരം ഈ ടേം വരും. സോ Fourier cosine transform into cos omega x d omega. Look at here, this is d omega. സോ എന്ത് വരും? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? ഇ റൈസ് ടു മൈനസ് എ എക്സ്. സോ ഇ റൈസ് ടു മൈനസ് എ എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ബൈ പൈ 0 to infinity. ഇതാണ് എഫ് സി ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ Fourier cosine transform. സോ Fourier cosine transformന്റെ ടേം ആണിത്. ആ ടേം ഇവിടെ കൊടുക്കും. Fourier cosine transform into cos omega x d omega. Okay. So എന്ത് വരും? ദാറ്റ് ഈസ് ഇ റൈസ് ടു മൈനസ് എ എക്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ റൂട്ട് 2 ബൈ പൈ ഉണ്ട്, ഇവിടെയും റൂട്ട് ഓഫ് 2 ബൈ പൈ ഉണ്ട്. രണ്ട് റൂട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് മാറിയിട്ട് എന്താവും? 2 ബൈ പൈ എന്നായിട്ട് മാറും. സോ 0 to infinity എ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ എന്ന് വരും. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ എന്താണ് ഇൻവേഴ്സ് Fourier cosine ട്രാൻസ്ഫോം എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് എ എക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇന്റഗ്രൽ റെപ്രസെൻറ്റേഷനിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇൻവേഴ്സ് Fourier cosine ട്രാൻസ്ഫോം ഉപയോഗിച്ച് ഇങ്ങനെ എഴുതാൻ പറ്റും. നമ്മുടെ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല, അതിലെന്തുണ്ട്? Fourier cosine-ഉം Fourier sine-ഉം ചോദിച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് Fourier sine ട്രാൻസ്ഫോം ആണ്, ഇന്റഗ്രേഷൻ അല്ല. സോറി, ദിസ് Fourier sine ട്രാൻസ്ഫോം. സോ Fourier sine transform. So Fourier, by definition, Fourier sine transform is equal to root of 2 by pi 0 to infinity f of x sin omega x dx. So ഇവിടെ ക്വസ്റ്റ്യൻ ഏതാ? f of x equal to e raised to minus ax ആണ് അല്ലേ? സോ ഇന്റഗ്രൽ റൂട്ട് ഓഫ് 2 ബൈ പൈ 0 to infinity. ഇവിടെ എഫ് ഓഫ് എക്സ് എന്താണ്? ഇ റൈസ് ടു മൈനസ് എ എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. നമ്മൾ പ്ലസ് ടു പഠിച്ച റിസൾട്ടാണ് അല്ലേ? ഇ റൈസ് ടു മൈനസും ഇ റൈസ് ടു സൈനും വന്നു കഴിഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് എ എക്സ് എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് എ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് മൈനസ് ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എക്സ്. അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി, ലോവർ ലിമിറ്റ് 0. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കേസാണ്. ഇൻഫിനിറ്റി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം കംപ്ലീറ്റ് 0 ആയിട്ട് പോകും. കാരണം ലിമിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ റൈസ് ടു ഇവിടെ മൈനസ് എക്സ് ഉണ്ടായതുകൊണ്ട് ഇൻഫിനിറ്റി കൊടുത്താൽ കംപ്ലീറ്റ് 0 ആയിട്ട് പോകും. അപ്പോൾ ലോവർ ലിമിറ്റിൽ മാത്രമേ ഇവിടെ വാല്യൂ ഉണ്ടായിരിക്കുള്ളൂ. അതിന് കാരണം പറഞ്ഞിട്ടുണ്ട്, ഈ റൈസ് ടു സൈനും ഈ റൈസ് ടു കോസും വന്നുകൊണ്ടാണ്. സോ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻഫിനിറ്റി കൊടുത്താൽ ഈ ടേം കംപ്ലീറ്റ് 0 മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇ റൈസ് ടു 0 1 വരും ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് എ ഇൻറ്റു സൈൻ 0 0 മൈനസ് ഒമേഗ ഇൻറ്റു കോസ് 0 1. സോ ഇവിടെ എന്തുണ്ട്? മൈനസ് എ ഇൻറ്റു 0 ഈ ടേം കംപ്ലീറ്റ് 0 ആണ്. മൈനസ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസും മൈനസും പ്ലസ് ആയിട്ട് മാറും. ഇവിടെ 1 ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഉണ്ട്. അപ്പോൾ എന്തുവരും? ഒമേഗ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് വരും. ഇതാണ് Fourier sine
transform of f of x equal to e raised to minus ax. ഓക്കെ, നമ്മുടെ ആൻസർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആൻസർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ജസ്റ്റ് അതിൻ്റെ ഇൻവേഴ്സ് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. നമ്മുടെ ആൻസറിൽ ക്വസ്റ്റ്യനിലുള്ളതല്ല, നമ്മുടെ ഇൻവേഴ്സ് ജസ്റ്റ് ഒന്ന് പറയാം എന്താ വരിക എന്നുള്ളത്. എഫ് ബൈ ഡെഫിനിഷൻ ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π 0 to infinity Fourier sine transform fs of omega sin omega x d omega. Look at here, d omega. So what is f of x? This is e raised to minus ax, and root of 2/π, this is our Fourier sine transform. So root of 2/π omega by a square plus omega square sin omega x d omega. So here root 2/π, and here also we have root of 2/π. So when multiplying we will get 2/π. That is e raised to minus x equal to 2/π 0 to infinity omega by a square plus omega square sin omega x d omega. Okay, this is the inverse Fourier sine transform. Okay, so what is this? We can write e raised to minus ax like this, and also we can write e raised to minus x like this. By using inverse Fourier cosine transform we can write like this, and by using inverse Fourier sine transform we can write e raised to minus x like this. ക്വസ്റ്റ്യനിലുള്ളതല്ല, ഞാൻ ജസ്റ്റ് കൂടെ ഇൻവേഴ്സും പറഞ്ഞു തന്നെ ഉള്ളൂ കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി Fourier cosine and find the Fourier sine transform of f of x equal to k, a constant, if 0 less than x less than a and 0 where x greater than a. Okay, this is our question. By definition, Fourier cosine transform of f of x is Fourier cosine transform of f of x, that is fc cap of omega is equal to root of 2/π 0 to infinity f of x cos omega x dx. ഇവിടെ ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നിട്ടുള്ളത് 0 to a വരെ k ആണ്, a to infinity അല്ലേ, a ഗ്രേറ്റർ ദാൻ x ഗ്രേറ്റർ ദാൻ a എന്ന് പറഞ്ഞാൽ a to infinity ആണ്. സോ a to infinity 0 ആണ്. സോ ഇവിടെ ഇൻ്റഗ്രേഷൻ എന്ത് ചെയ്യണം, രണ്ട് സ്പ്ലിറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. സോ ഫസ്റ്റ് ഓഫ് ഓൾ 0 to a k into cos omega x dx. Next a to infinity 0 into cos omega x dx. Okay, so ഇവിടെ വാല്യൂ 0 ആയിട്ട് മാറും. സോ നമുക്ക് ഇൻ്റഗ്രേഷൻ ഈ ഒരു ടേമിൽ മാത്രമേ ഇൻ്റഗ്രേഷൻ വാല്യൂ വരുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2/π. ഇവിടെ k കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. കോസിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? കോസിൻ്റെ ഇൻ്റഗ്രൽ സൈന്. സോ സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ 0 to a. അപ്പോൾ ആദ്യം എക്സിന് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, മൈനസ് എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ റൂട്ട് ഓഫ് 2/π k ബൈ ഒമേഗ സൈൻ ഒമേഗ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ സൈൻ 0 ആയിട്ട് മാറും. ഓക്കെ, സോ അപ്പോൾ ആൻസർ എന്ത് വരും? So this is our answer, root of 2/π k sin omega a by omega. So this is the Fourier cosine transform of the given function f of x. So next എന്താ നമ്മൾ കാണാൻ പോകുന്നത്? Fourier sine transform. So by definition, Fourier sine transform f of x is fs cap of omega root of 2/π 0 to infinity f of x into sin omega x dx. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ സ്പ്ലിറ്റിംഗ് ആയതുകൊണ്ട് ഈ ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റ് ആയിട്ട് വേണം ചെയ്യാൻ. സോ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 2/π 0 to a k sin omega x dx പ്ലസ് a to infinity 0 into sin omega x dx എന്ന് വരും. സോ റൂട്ട് ഓഫ് 2/π k കോൺസ്റ്റന്റ്, അപ്പോൾ കെനെ പുറത്ത് എടുക്കാൻ പറ്റും. സൈൻ്റെ ഇൻ്റഗ്രൽ
മൈനസ് കോസ് അല്ലേ, സൈൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ആണ്. മൈനസ് കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ എന്ന് വരും. കാരണം എക്സിലെ ഇൻ്റഗ്രേഷൻ, അപ്പോൾ ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്, ഒമേഗ താഴെ വരും. സൈൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ്. ഇനി എന്ത് ചെയ്യണം, അപ്പർ ലിമിറ്റ് കൊടുക്കണം, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കണം. സോ അപ്പർ ലിമിറ്റ് കൊടുത്താൽ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കെ കോൺസ്റ്റൻ്റ് ആണ്, ഒമേഗ കോൺസ്റ്റൻ്റ്. അപ്പോൾ കെ ബൈ ഒമേഗ പുറത്ത് കൊടുത്തു, ഇവിടെ മൈനസ് കൊണ്ട് അതും പുറത്ത് കൊടുത്തു. സോ √2/π മൈനസ് കെ ബൈ ഒമേഗ ഔട്ട് സൈഡിലുണ്ട്. ഇനി എക്സിന് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കോസ് ഒമേഗ എ മൈനസ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 വരും. സോ കോസ് ഒമേഗ എ മൈനസ് 1 എന്ന് വരും. ഓക്കെ. സോ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഒന്ന് ഈ മൈനസ് ഒന്ന് ഉള്ളിലേക്ക് എടുത്താൽ നേരെ ഇത് തിരിഞ്ഞു വരും അല്ലേ. സോ ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു √2/π കെ ബൈ ഒമേഗ. ഈ മൈനസ് ഉള്ളിലേക്ക് എടുത്താൽ നേരെ തിരിഞ്ഞിട്ട് 1 മൈനസ് കോസ് ഒമേഗ എ എന്ന് വരും. സോ ദിസ് ഈസ് ദ Fourier sine transform of the given function f of x. Okay.